ഒരു ചെറിയൊരു വിഷമമുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഞാൻ രാവിലെ അത് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി യൂട്യൂബിൽ വീഡിയോസ് നോക്കിയെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. ഞാനപ്പോൾ അതിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുള്ള പല ആൾക്കാരുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ഒരു അത്യാവശ്യം പ്രമുഖ യൂട്യൂബറാണെന്ന് പറയാം. ഇതിനെ പറ്റിയിട്ട് ഞാൻ പേര് പറയാനില്ല, മോശമായിരിക്കും. അപ്പോൾ പുള്ളിയോട് ഞാൻ കണ്ടീഷൻ അയച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ ബ്രോ അത് മെഡിസിൻ കഴിച്ച് മാറ്റിയാൽ മതി, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സ്റ്റേജ് ആയിട്ടില്ല, നമ്മുടെ ഗ്രാഫ്റ്റ് അത്രയും വാല്യുബിളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ഒരു 2-3 ഇയേഴ്സായിട്ട് മെഡിസിൻ എടുത്ത് നോക്കിയതാണ്. BRP, GFC, അഡ്വാൻസ്ഡ് GFC എല്ലാം ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ചെറിയൊരു വേരിയേഷൻ, അപ്പോൾ അത് ലൈഫ് ലോങ് എനിക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഹെറിഡിറ്ററിയാണ്. എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾക്കാർ, എൻ്റെ അമ്മയുടെ ബന്ധുക്കൾക്കാരൊക്കെ ഈ ബാലൻസ് ഉള്ളതാണ്. സോ എനിക്ക് പാരമ്പര്യമാണെന്ന് എനിക്കറിയാം. സോ മെഡിസിൻ വെറുതെ ഒത്തിരി ഞാൻ കഴിച്ചു, ഇല്ല എന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു, ഓക്കെ. ഞാനും പറഞ്ഞു ഓക്കെ. അപ്പോൾ പുള്ളി എന്നെ അപ്പോഴും വേറെ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തൊന്നുമില്ല. പുള്ളി ഒരു ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് കാണിക്കുകയെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അപ്പോൾ അവിടെ വിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ HNS ഇങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണത്. അപ്പോൾ റീസെൻ്റ്ലി ഞാനിന്ന് രാവിലത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ വാട്സപ്പ് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ സ്റ്റാറ്റസിൽ പെട്ടെന്ന് എൻ്റെ 2 ഉണ്ട കണ്ണുപോലത്തെ ഫോട്ടോ ഇതേ ഷർട്ട് തന്നെയാണ്. ഞാനെടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം ആ ഫോട്ടോയും എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് താഴെ എഴുതിയേക്കാണ്, നമുക്ക് മുടിയല്ല വലുത്, നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് വലുത്, ഇതൊന്നും ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്ന മെത്തേഡൊന്നും ശരിയായിട്ടല്ല, ഈ 10 രൂപ ഗ്രാഫ്റ്റിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും പറഞ്ഞ് പുള്ളി ഇട്ടിട്ടുണ്ട്. പുള്ളി എൻ്റെ ഇന്നത്തെ സ്റ്റേജ് കണ്ടിട്ടാണോ അത് ഇട്ടേക്കണമെന്നുള്ള എനിക്ക് പറ്റി അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം ഈ 10 രൂപ എന്നുള്ളതാണ്. 10 രൂപയ്ക്ക് ഒരാൾ ചെയ്ത് രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, എന്തുകൊണ്ട് ഇവർ ഈ വിലയിൽ മാത്രം മൂല്യം കാണുമെന്നുള്ളത് മനസ്സിലാവണില്ല. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് റിസൾട്ടുണ്ട്, ആ സ്ഥാപനത്തിന് വേറെ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ എന്തിനാണ് ഇവരെല്ലാവരും 10 രൂപ പിടിക്കുക എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും പോയി 30 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 30 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ 30 രൂപയാണെങ്കിൽ 4000 ഗ്രാഫ്റ്റ് ആകുമ്പോൾ തന്നെ എത്രയായി? 1,20,000 രൂപയായി. പിന്നെ എഗെയിൻ 500 ഗ്രാഫ്റ്റ് 15. അപ്പം എങ്ങനെ 1,30,000 അടുപ്പിച്ച് വരും? അപ്പം എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ അത്രയും കാശ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് പ്രമുഖ ആശുപത്രികളിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ എന്നുള്ള പ്രമുഖ ആശുപത്രികളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും കാശ് ഞങ്ങളുടെ അടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്തുകൊണ്ട് കാശ് ഇത്ര കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനെ പറ്റി എനിക്ക് അറിയില്ല. പിന്നെ റീസെൻ്റായിട്ടുള്ള പല സംഭവങ്ങളും ഓഫർ നോക്കി പോയതാണ്. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു പുള്ളിക്കാരന് തലയോട്ടിയിൽ ഇങ്ങനത്തെ ഇഷ്യൂ വന്നു എന്ന് പറയണു. പുള്ളിക്കാരന് സ്കള്ള് വരെ കാണാൻ പറ്റുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം പഴുത്തു. പുള്ളി ചെയ്ത ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പറ്റി പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അത് ആകപ്പാടെ 2 വർഷം പോലും പ്രവൃത്തി പരിചയം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലായിരുന്നു. അതുപോലെ പുള്ളിക്ക് ആദ്യം FBയിൽ ആഡ് കണ്ട് പുള്ളി പോയതാണ്. പുള്ളിക്കാരൻ അത് ആഡ് കണ്ടു, ആദ്യം ഒരു എമൗണ്ട് അവർ പറഞ്ഞു, അതിനുശേഷം പുള്ളി എടുക്കാത്തതുകൊണ്ട് തന്നെ റീസെൻ്റായിട്ട് അവർ എഗെയിൻ അവർ ഓഫർ കൊടുത്താണ് പുള്ളി അങ്ങോട്ട് ആകർഷിക്കുന്നത്. പക്ഷെ ഞാനീ ചെയ്തെടുത്ത് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ച് അവർ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച്, അവർ ഒരു പ്രാവശ്യം എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല. സാർ നിങ്ങൾ വരണം, വന്ന് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് 8 രൂപയ്ക്ക് ചെയ്തു തരാം, 5 രൂപയ്ക്ക് ചെയ്തു തരാം എന്നവർ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ തിങ്കളാഴ്ച എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലും അവർ നോക്കിയിട്ട് വെച്ചാൽ ഇല്ല സാർ, ഇന്നത്തെ OT ഫുള്ളാണെന്ന് അപ്പോയിൻമെൻ്റ് ഇല്ല, സാറിന് നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ ചെയ്തു തരാം. സോ എനിക്ക് തോന്നുന്നു നമ്മൾ പല ആൾക്കാരും ഈ ഓഫറിൻ്റെ പിറകെ പോയിട്ട് പണി വാങ്ങിയ ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഈ HNS പറ്റി എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അവർ യാതൊന്നും ഓഫർ ചെയ്തിട്ടില്ല. അവരാകെ ഓഫർ ചെയ്ത ഒറ്റ കാര്യം, ബെസ്റ്റ് റിസൾട്ട് മാക്സിമം ഉണ്ടാക്കി തരാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അവർ ഓഫർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരെന്നെ പിന്നെയും കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്യണം പ്ലീസ്, ഇവിടെ ഒന്ന് ചെയ്യണം, ഞങ്ങൾക്ക് 10 രൂപയുള്ളൂ, സാറിന് 4,500 ഗ്രാഫ്റ്റ് വേണ്ടേ, ഞാൻ സാറിന് 8 രൂപയ്ക്ക് ചെയ്തു തരാം, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം പോലും അവർ തിരിച്ചും വിളിച്ചിട്ടില്ല. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അവർ എല്ലാ ദിവസത്തും നിങ്ങളുടെ ഫോട്ടോയും ചോദിച്ച് എല്ലാം നോക്കി നീറ്റായിട്ടുള്ള ഫോളോ അപ്പ് അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം എനിക്ക് എഗെയിൻ മനസ്സിലാവാത്ത കാര്യം, ഈ അമ്മാവന്മാരെ പോലെ 10 രൂപയുള്ളൂ, അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരോട് ഇല്ല, ഒരിക്കലും അല്ല ബ്രോ. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാത്രം നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഈ 10 രൂപ, 12 രൂപ, 15 രൂപ എന്നുള്ളത് രണ്ടാമത്തെ കേസാണ്. പിന്നെ സ്വെല്ലിംഗ് ഒരു സാധനം നോർമലാണ്. എനിക്കിത്രയും സ്വെല്ലിംഗ് വരാൻ കാരണം അവരുള്ള അനസ്തേഷ്യ മൊത്തം കുത്തി കയറ്റുകൊണ്ട് മാത്രമല്ല, എനിക്ക് മലർന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. എനിക്ക് ഗ്രാഫ്റ്റ് എനിക്കിതാണ്ട് ഈ ഏരിയ വരെ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് മലർന്ന് കിടക്കാൻ പറ്റൂല. ഈ മലർന്ന് കിടക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഫേസിൽ അത്രയും നീര് ഇറങ്ങൂല. എനിക്കിതാണ് ഇങ്ങനെ കമന്നത്, ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റി തന്നെ ചിന്തിച്ച് നോക്കും, ഇങ്ങോട്ടേ നീര് വരുള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് ഇത്രയും നീര് വന്നത്. ഞാനത് ഒത്തിരിയും വീഡിയോസ് പറഞ്ഞു. അപ്പം
നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും നോക്കാതെ ഒരു ഫോട്ടോ എടുത്തിട്ട് 10 രൂപയ്ക്ക് ചെയ്ത് ഇത്രയും മോശമായി, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായത് കണ്ടപ്പോൾ. അത് എക്സാക്ട്ലി നിങ്ങൾ ആ 10 രൂപ എന്ന് എടുത്ത് പറയുന്നതുകൊണ്ട് വിഷമമായതാണ് ബ്രോ. 10 രൂപ പോലും സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 5000 ഗ്രാഫ്റ്റൊക്കെ വേണമെങ്കിൽ 10 രൂപയായി പോലും 50,000 രൂപയായി. അതുപോലും ബുദ്ധിമുട്ടാണ് നമ്മുടെ പല ആൾക്കാർക്കും. അപ്പോൾ എല്ലാവർക്കും പോയി ഈ 1 ലക്ഷം 1.5 ലക്ഷം തൊട്ട് ചെയ്യാൻ പറ്റൂല ബ്രോ. അപ്പോൾ അത് ബ്രോ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആരാണെന്നൊന്നും പറയണില്ല, അങ്ങനെ പറയേയില്ല, അത് മോശമാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടു. ഞാനപ്പോൾ ആക്ച്വലി സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് കരുതി. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ ആക്ച്വലി ഈ പുള്ളിക്കാരൻ HNSലാണോ ചെയ്തതെന്ന് അറിഞ്ഞുകൊടുത്തോളം ഞാൻ HNS ഡിഡ് ഗൈ ഐ തിങ്ക് എന്ന് സേവാക്കി ഇട്ടിരുന്നത്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഞാനത് ഷെയർ ചെയ്യുമ്പം HNS ബാധിക്കും. അപ്പോൾ ഞാൻ ഈ നെയിം പോയി എഡിറ്റ് ചെയ്ത് ആദ്യം HNS മാറ്റിയിട്ട് യൂട്യൂബ് ആ ചാനലിൻ്റെ പേരിട്ടിട്ട് പിന്നീട് ഒന്ന് നോക്കുമ്പോൾ സ്റ്റാറ്റസ് കാണുന്നില്ല. അത് റീഫ്രഷ് ആയപ്പോഴും പേര് മാറിയപ്പോൾ പോയതാവും. അപ്പം അതാണ്. അപ്പം 10 രൂപ എന്നുള്ളൊരു സംഗതി അല്ല ബ്രോ. ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാ ആൾക്കാരും എനിക്ക് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ബ്രോ, കാശ് നോക്കണ്ട ബ്രോ, നമ്മൾ ക്വാളിറ്റി നോക്കുക, സ്ഥാപനത്തിനെ പറ്റി അന്വേഷിക്കുക, ഡോക്ടറിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക, ഇത്രയും മാത്രം മതി ബ്രോ. ഈ ഒരു 2 മാസം മുന്നേ വന്നൊരു ക്ലിനിക്കിൽ പോയി ചെയ്ത് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിനേക്കാളും ഈ HNS 5 വർഷത്തിന് മുകളിലായി അവരുടെ സ്ഥാപനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് റിസൾട്ട് ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ റിസൾട്ടും കൂടി നോക്കുക എന്നുള്ളതാണ്, കാശ് മാത്രം നോക്കാതിരിക്കുക. ഇനി പൈസ ഒരുപാട് കൊടുത്ത് ചെയ്താലും ഇപ്പം സ്വെല്ലിങ് ഉണ്ടാവുന്ന ശരീരമാണെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാവും. അപ്പോൾ പണം കൊണ്ട് നമുക്ക് സ്വെല്ലിങ് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത ഗ്രാഫ്റ്റ് 25 രൂപയല്ലേ, സോ ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് നീർക്കെട്ട് അങ്ങോട്ട് മാറി നിൽക്കൊന്നുമില്ല. നീര് വരെ ഉള്ളത് വരും. എനിക്ക് വന്നതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കി. എനിക്ക് വന്നത് ഞാൻ ഞാൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങണം. എനിക്ക് അങ്ങനെ പറ്റുള്ളായിരുന്നു. ഇന്നലെ വരെ ഇന്നലെ ആദ്യമായിട്ട് മലർന്ന് കിടന്ന് ഉറങ്ങണത്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളിലും. സോ പ്ലീസ് ഇങ്ങനെ പറയരുത്, 10 രൂപ വെച്ചിട്ട് അങ്ങനെ പറയരുത്. ഓക്കെ, 10 രൂപ പോലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ബ്രോ. എന്നാൽ ശരി, ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പാട്ട് പാടും കേട്ടോ ബ്രോ.